കഴിഞ്ഞ ദിവസം ഞാൻ സമൂസ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടു. എല്ലാവരും പറയുക ഞാൻ ഫ്രോസൺ വാങ്ങിച്ചിട്ട് അത് പൊരിച്ചെടുത്തതാണ്. എന്നാലേ ഞാൻ ഇന്ന് ലൈവായിട്ട് പപ്സ് ഉണ്ടാക്കാൻ പോവാം. അത് ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ ഇടും. ഓക്കെ, സബോള, വെളുത്തുള്ളി, ഇഞ്ചി. ഒരാൾ നന്നാവാനും സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ എന്തൊരു പ്രശ്നമെന്ന് നോക്കണം. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാന്ന് പറയുന്ന കുറെ കൂട്ടുകാർ. അല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. നെല്ലത്തിന് ഞാൻ ശരിയാക്കി തരാം. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കാണിച്ചുതരാം കേട്ടാ. ഞാൻ സമൂസ ഉണ്ടാക്കുന്ന വീഡിയോയുടെ അടിയിൽ ഒരു ചേട്ടൻ കമന്റ് ഇടുക, ഫോട്ടോ സൂപ്പർ ആയിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി വീഡിയോ ഓപ്പൺ ആക്കി പോലും നോക്കാതെ കമന്റ് ഇടുന്നതെന്ന്. എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. നമ്മുടെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിന്റെ ലീഫൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച. ഓക്കെ, അത് സമൂസയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് തക്കാളി ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഞാൻ എല്ലാം പറഞ്ഞിട്ട് അവസാനം ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ടല്ലേ. വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ശരിയാക്കാം. ഇനി നമുക്ക് മുട്ട നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊടിച്ചെടുക്കാം. മസാലപ്പൊടി ഇടുമ്പോഴത്തേനും നമ്മൾ ഈ മുട്ടക്കറിക്ക് ഇടുന്ന പോലെ ഒരുപാട് വാരി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഒരു നുള്ള് അങ്ങനെയൊക്കെ പറയല്ലേ, ആ ഒരു കണക്കിന് മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം, വലിയ തക്കാളി ആണെങ്കിൽ ഹാഫ്. അതിമനോഹരം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടത്. കണ്ടോ, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ മസാല, ഞാൻ ഉണ്ടാക്കിയ എഗ്ഗ് പുഴുങ്ങിയത്, അത് ഇങ്ങനെ ഈ ലീഫിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് മടക്കി മടക്കി കൊടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിനെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഓവനകത്തോട്ട് വെച്ച് കൊടുത്താൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉള്ള പപ്സ് ഇതുപോലെ റെഡിയാവും. ഇപ്പം മനസ്സിലായല്ലോ ഞാൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നു. പപ്സ് റെഡി. ചീസ് ബോൾ റെഡി. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ.